കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി 22ാമത് ജ്ഞാനായ കൺവെൻഷൻ സമാപിച്ചു. കൺവെൻഷൻ സെൻറ്റർ ഉടമസ്ഥൻ സ്പോൺസർ ചെയ്ത മധുരപലഹാരം എല്ലാ വിശ്വാസികൾക്കും വിതരണം ചെയ്തു. കൺവെൻഷൻ ഗായകസംഘം പാടിയ നന്ദി ദൈവമേ എന്ന സമാപന ഗാനത്തോടുകൂടി കൺവെൻഷൻ സമാപിച്ചു. ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കണമേ. വരും കാലങ്ങളിൽ ഇത്രയും നല്ല കർത്താവേ, കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ സമയങ്ങളിൽ അനേകരിലേക്ക് നിന്റെ വചനത്തെ പകരുവാൻ തക്കവണ്ണം ഇതിനെ നീ പ്രാപ്തിയാക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തന്നിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നടത്തിയ എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ സഭയായി സമുദായമായി കർത്താവേ, ജാതി മതവർണ്ണ ഭേദം കൂടാതെ നിന്റെ സൃഷ്ടിയാകട്ടെ മാനുഷിക സമൂഹത്തെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഹല്ലേലൂയ. അദ്ദേഹത്തെ ഔപചാരികയുടെ പേരിൽ മാത്രം നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ധന്യനായ ഗ്രിഗോറിയോസ് തിരുമേനി കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും നമ്മോട് കൂടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് സുവിശേഷമായ പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വരാൻ അസൗകര്യമുണ്ടായി. ഇന്ന് കടന്നു വന്നു. അദ്ദേഹത്തെയും പ്രത്യേകമായി ഇന്ന് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സമാപന സന്ദേശം നൽകുന്ന റാന്നി മേഖലയുടെ മെത്രാപ്പൊലീത്തനായി മനസ്സിരുമേനി എല്ലാ വർഷവും നമ്മുടെ യോഗത്തിന് സമാപന സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിക്കും. ഇന്നലെ മാത്രം അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളിലൊക്കെ എല്ലാ വർഷങ്ങളിലും ജ്ഞാനായ സമുദായത്തോട് ചേർന്ന് സുശേഷമായത്തോട് ചേർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇന്ന് നമുക്ക് സമാപന സന്ദേശം നൽകുന്ന ഭിന്നനായ കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനിയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വചന പ്രഘോഷണം നടത്തുന്നത് എത്രയും ബഹുമാനപ്പെട്ട GB വാഴൂർ അച്ഛനെയാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത് പരിചയപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. നമ്മുടെ ഒരു ഭാഗമാണ് സുശേഷ സമാജത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ വനിതാ സമാജത്തിൻ്റെ മീറ്റിങ്ങുകളിലും ദേവാലയങ്ങളിലെ മീറ്റിങ്ങുകളിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം സുശേഷ സമാജത്തിൻ്റെ ധ്യാനവും ഒക്കെ നയിച്ചത് എത്രയും ബഹുമാനപ്പെട്ട GB വാഴൂർ അച്ഛനാണ്. അച്ഛനെയും ഞങ്ങളെല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജ്ഞാനായ സുശേഷ സമാജത്തിൻ്റെ എല്ലാ ഭാരവാഹികളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ വൈദികരുടെ കാര്യം നേരത്തെ ഓർമ്മിച്ചത് ഒരിക്കൽ കൂടെ പ്രത്യേകമായി വന്ദനായ നമ്മുടെ കോർപ്പസ്കോപ്പ അച്ഛൻ ഇന്നലെയും ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മുള്ളച്ചന് അച്ഛനെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം മറ്റു വൈദികരെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എല്ലാ ദേശത്തു നിന്നും കടന്നു വന്ന നമ്മുടെ വിശ്വാസികൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, ഞാൻ ഒരാളുടെ പേര് എഴുതി വെച്ചതാണ്, പക്ഷേ ഇടയ്ക്ക് വിട്ടുപോയത്. നമ്മുടെ വൈദിക ട്രസ്റ്റിയും അതോടൊപ്പം തന്നെ നമ്മുടെ ജ്ഞാനായ സുവിശേഷ സമാജത്തിൻ്റെ റാന്നി മേഖലയുടെ വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട MC സക്കറിയ മലൻകോട്ടച്ഛൻ. അച്ഛന് സുവിശേഷ സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ കാര്യമായി പങ്കാളികളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സമുദായത്തിൻ്റെ ട്രസ്റ്റ് കൂടിയാണ്, വൈദിക ട്രസ്റ്റ് കൂടിയാണല്ലോ. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും
ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. കോർപ്പിസ്കോപ്പ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സുവിശേഷ സമാജത്തിൻ്റെ കേന്ദ്ര മേഖല യൂണിറ്റ് ഭാരവാഹികളെ, സുവിശേഷകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 2024 അനായ സുവിശേഷ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കൺവെൻഷന് ഇന്ന് തിരശ്ശീല വീഴുകയാണ്. 5 ദിവസമായിട്ട് കേൾക്കുന്നതായ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ മാറ്റൊലിക്കൊള്ളുവാൻ തക്കവണ്ണം, അതിൽ കൂടെ പുതിയ ഒരു വ്യക്തി, പുതിയ ഒരു മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം ഈ വർഷത്തെ കൺവെൻഷനും നോമ്പും മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ ദിനങ്ങളിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന ബുധനാഴ്ച പാതി നോമ്പാണ്. നോമ്പിന്റെ പകുതി ദിനങ്ങൾ കടന്നു പോകുന്നു. പലരുടെയും സംശയമാണ്, എന്തിനാണ് നാം നോമ്പ് ആചരിക്കുന്നത്? നവീകരണ സഭകളുടെ സ്വാധീനമാണ് ഇങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ഓരോ നോമ്പും ഓരോ പ്രത്യേക സംഭവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബുധൻ വെള്ളി നോമ്പുകൾ നാം ആചരിക്കുന്നത്, ആദിമകാലം തൊട്ടേ ആചരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. ബുധനാഴ്ച നമ്മുടെ കർത്താവിനെ കൊല്ലുവാനായിട്ട് തീരുമാനമെടുത്ത ദിവസം, വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിനെ ക്രൂശിലേറ്റിയതായ ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ബുധനാഴ്ച വെള്ളിയാഴ്ച നോമ്പുകൾ കൃത്യമായിട്ട് ആചരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുമായിട്ട് ഇതിനെ അനുസ്മരിക്കുന്നതിനും ഈ കാര്യങ്ങളുമായിട്ട് താതാത്മ്യപ്പെടുന്നതിനുമാണ് യഥാർത്ഥത്തിൽ ബുധനാഴ്ച വെള്ളിയാഴ്ച നോമ്പ് നാം ആചരിച്ചു വരുന്നത്. പരിശുദ്ധ സഭ 5 നോമ്പുകളാണ് വർഷത്തിൽ കൊണ്ടാടുന്നത്, ആചരിക്കുന്നത്. ഒന്നാമത്തെ നോമ്പ് നിനവ നോമ്പാണ്. നമുക്കറിയാം, 3 നോമ്പ് എന്ന് പറയുമ്പോൾ നിനവെ നഗരം അതിക്രമം കൊണ്ട് നിറയപ്പെടുന്ന സന്ദർഭത്തിൽ യഹോവയായ ദൈവം യോന ദീർഘദർശിയോട് പറഞ്ഞു, നീ അവിടെ പോയി പ്രഘോഷിക്കണം അവരുടെ മാനസാന്തരത്തെക്കുറിച്ച്. എന്നാൽ യോന അതിന് വിരുദ്ധമായിട്ട് തർശീശിലേക്ക് പോകുകയും, എന്നാൽ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ കൽപ്പച്ഛേദമുണ്ടായി. യോന മുഖാന്തരമായിട്ടാണ് അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി യോനയെ പുറത്തേക്ക് എറിയുകയും, ഒരു മത്സ്യം യോനയെ വിഴുങ്ങുകയും 3 ദിവസം 3 രാവും പകലും യോന മത്സ്യത്തിന്റെ വകറ്റിൽ കടന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ആ സംഭവത്തെ അനുസ്മരിച്ചാണ് നിനവ നോമ്പ് കൊണ്ടാടുന്നത്. നമ്മുടെ കർത്താവിന്റെ പീഡാനുഭവം ഉയർപ്പിനെയും ബന്ധപ്പെടുത്തിയാണ് വലിയ നോമ്പ് ഇപ്പോൾ നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ജൂണിൽ ആചരിക്കുന്നതായ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ രക്തസാക്ഷി മരണം, ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ളതായ നോമ്പ്, അവസാനമായിട്ട് നമ്മുടെ കർത്താവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ക്രിസ്മസിന് എൽദോ നോമ്പ് ആചരിക്കുന്നു. അതുകൊണ്ട് നോമ്പിന്റെ പ്രസക്തിയും സാങ്കത്യവും മനസ്സിലാക്കി വേണം നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ടും നോമ്പ് കൃത്യതയോടെ ആചരിക്കുവാനായിട്ടും. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകരുത്. അതാണ് ഈ സഭയുടെ ഏറ്റവും വലിയ ബലവും ശക്തിയും. നോമ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യന് ദൈവിക ബന്ധത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വളരുക എന്നുള്ളതാണ്. അതുകൊണ്ട് നോമ്പ് കാലങ്ങൾ അനുതാപത്തിന്റെയും മനംതിരിവിന്റെയും ഒരുക്കത്തിന്റെയും സമയമാണ്. നോമ്പാചരിക്കുമ്പോൾ അനുതപിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാകണം. തെറ്റിനെ കുറിച്ച് നാം ബോധ്യപ്പെടുകയും ആ അനുതാപം നമ്മളെ ഓരോരുത്തരെയും മനംതിരിവിലേക്ക്, തെറ്റിൽ നിന്നും വീണ്ടെടുക്കപ്പെടുന്നതായ മനംതിരിയുന്നതായ അനുഭവത്തിലേക്ക് കടന്നു വന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനായിട്ടുള്ള ഒരുക്കം, അതാണ് നോമ്പിന്റെ കാലങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പ് തെറ്റായ സ്വാതന്ത്ര്യത്തിൽ നിന്നും വിമോചനത്തിലേക്കുള്ളതായ മനുഷ്യനെ നയിക്കുന്ന
കാലഘട്ടമാണ്. അത് അമിതമായ ഭൗതിക ശക്തികളിൽ നിന്നും അമിതമായ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്നും നമ്മളെ വിമുക്തമാക്കുന്ന കാലഘട്ടമാണ് നോമ്പ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ത്തിലേക്ക് പറക്കുവാനുള്ള ചിറകുകളും നോമ്പിലൂടെ ലഭിക്കുന്നു. സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച പ്രഭാത നമസ്കാരത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. വായിക്കാനോ പറയാനോ പേടിയാണ്. അപ്പോൾ പിന്നെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ.
പറുദീസയുടെ വാതിലുകൾ തുറക്കുന്നു എന്നുള്ളത് നോമ്പ് മൂലം അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ വാതിലുകൾ തുറക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സകല വാതിലുകളും എൻ്റെ മുമ്പിൽ തുറന്നോട്ടെ, നല്ല കാര്യമാണ്. പക്ഷേ അത് ഉന്നതത്തിലേക്ക് കരയേറുവാനായിട്ട് എനിക്ക് ചില പുത്തൻ ആത്മീയ ചിറകുകളൊക്കെ സമ്മാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നേരാമണ്ണം ഈ നോമ്പിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. അത്തരം ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. നോമ്പതിന്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക്, 4-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ച് അത് പാതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് എന്തുമാത്രം അടുത്തെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സ്വകാര്യമായിട്ട് ഓരോരുത്തരും ഒന്ന് ചോദിക്കേണ്ടത്. എന്തുമാത്രം ക്രിസ്തുവിലേക്ക് ആ ദൂരത്തെ നമ്മളൊന്ന് കുറച്ചിട്ടുണ്ടെന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായ വിധത്തില് നമുക്ക് ഈ നോമ്പിന്റെ ഏതാണ്ട് പാതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ വളരെ വ്യത്യസ്തനായ യേശുവിനെ പരിചയപ്പെട്ടേ മതിയാവും. പൊതുവെ നമ്മൾ യേശുവിന് കൊടുക്കുന്ന രൂപവും ഭാവവും സ്വഭാവവും ഒക്കെ കരുണയും അനുകമ്പയും ആർദ്രതയുമാണെങ്കിൽ നോമ്പ് അതിന്റെ പാതിയിലെത്തുമ്പോ നമ്മളാവട്ടെ പാതി പോയിട്ട് ഇതുവരെ ആരംഭിച്ചിട്ടില്ലാതിരിക്കെ കുറച്ച് കഠിനമായ വിചാരങ്ങളിലേക്ക്, കുറച്ച് കാഠിന്യമുള്ള യേശു വിചാരങ്ങളിലേക്ക് വൈകിയാണെങ്കിലും നമ്മളൊന്ന് പ്രവേശിക്കേണ്ടത് കൂടിയാണ്. അത്യാവശ്യമാണ് കേട്ടോ, ഒരു സംശയമില്ല. ഈ നോമ്പ് പറുദീസയുടെ വാതിലുകൾ തുറക്കും എന്നൊക്കെ പറയുമ്പോഴും അങ്ങോട്ട് എത്താനുള്ള ആത്മീയ ചിറകുകള് ഞാൻ തന്നെ സമ്പാദിക്കേണ്ടിയിരിക്കുന്നു. അതെന്റെ മാത്രം വ്യക്തിപരമായ ഉത്തരവാദിത്വമാവുന്നു, നിയോഗവും ദൗത്യവുമാവുന്നു. അത് മറ്റാരും എനിക്ക് ചെയ്തു തരത്തില്ല. അങ്ങനെ ഞാൻ കരുതുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ വ്യത്യസ്തനായ ഒരു യേശുവിനെയാണ് ആദ്യത്തെ ഭാഗത്തുനിന്ന് പരിചയപ്പെടുത്താനായിട്ടുള്ളത്. ഇത്രയും വ്യത്യസ്തനായ യേശു, വ്യത്യസ്തനായ ആ ബാർബറായ അയാളെ നമ്മളാരും തിരിച്ചറിഞ്ഞില്ല എന്ന് വളരെ പ്രശസ്തമായ, വളരെ സൗമ്യമായ, സൗന്ദര്യമുള്ള ചലച്ചിത്രത്തിലെ നല്ലൊരു പാട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർക്കുന്ന വളരെ വ്യത്യസ്തനായ ഒരു യേശുവിനെ സുവിശേഷത്തില് എനിക്കും നിങ്ങൾക്കുമായിട്ട് വരച്ചിടുന്നുണ്ട്. മറ്റാരുമല്ല, ഏറ്റവും തീവ്രവാദിയായ പ്രഭാഷകനായിരുന്നു യോഹന്നാൻ മാബ്ദാന, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ നല്ലൊരു പ്രസംഗം കിടപ്പുണ്ട് സുവിശേഷത്തിനകത്ത്. ഈ നോമ്പിന്റെ നാളുകള് തീർച്ചയായിട്ടും അതൊന്ന് പരതേണ്ടതാണ്. എവിടെയാണെന്നുള്ളതാണ്. യൂട്യൂബിലൊന്ന് തപ്പിയാല് ഇനി യോഹന്നാൻ മാബ്ദാന നിന്നിങ്ങനെ പ്രസംഗിക്കുന്നത് നേരിട്ട് കിട്ടുമെന്നാണ് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുക. ആദ്യത്തെ സുവിശേഷത്തിന്റെയും 3-ാമത്തെ സുവിശേഷത്തിന്റെയും 3-ാം അധ്യായത്തിനകത്ത് യോഹന്നാൻ മാബ്ദാനയുടെ അതിഗംഭീരമായ പ്രഭാഷണം കിടപ്പുണ്ട്. അതൊന്നുമല്ല വിഷയം. വിശുദ്ധനായ മത്തായി ശ്ലീഹായും വിശുദ്ധനായ ലൂക്കോസ് അബറോനും എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തില് യോഹന്നാൻ മാബ്ദാനയുടെ പ്രഭാഷണം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വായിക്കാനായിട്ട് ധൈര്യമുണ്ടോന്നാണ്. ഈ ജ്ഞാനായ അധിപതിനാസനത്തിന്റെ, ജ്ഞാനായ സുവിശേഷ സമാജത്തിന്റെ 22-ാമത്തെ വാർഷിക കൺവെൻഷന്റെ സമാപന ദിനത്തില് ഞാൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ഒരു വെല്ലുവിളി. അതിനകത്ത് ഇങ്ങനെ വളരെ വലിയ കാര്യങ്ങളൊക്കെ വിപ്ലവകരമായ വിധത്തില്, വളരെ അപകടകരമായ വിധത്തില്, വളരെ സാഹസികമായി തന്നെ സർപ്പസന്തതികളെ നോക്കി അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു പോകുന്നതിനിടയിൽ യോഹന്നാൻ മാബ്ദാന ഒരു യേശുവിനെ അവതരിപ്പിക്കുന്നുണ്ട്. വീശുമുറം കയ്യിലുള്ള ഒരു യേശു. അങ്ങനെ യേശുവിനെ ഞാനും നിങ്ങൾ ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടാലും അതങ്ങോട്ട് കേൾക്കാനായിട്ട് നമുക്ക് മനസ്സുണ്ടാവത്തില്ല. കുറച്ചുകൂടിയൊക്കെ സ്റ്റാൻഡേർഡ് ആകാം യേശുവിനെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇങ്ങനെ ഒരു വീശുമുറമൊക്കെ പിടിച്ചു നിൽക്കാൻ പാകത്തിന് ഇയാളെന്താ അടുക്കള പണിക്കാരനാണോ എന്നാണ് ഒരുപക്ഷെ ചോദ്യം വരിക. യേശുവിനെ കുറിച്ചാണ്. അതിങ്ങനെ കരുണയുടെ രൂപത്തിലോ അതിങ്ങനെ പ്രാർത്ഥനയുടെ രൂപത്തിലോ ക്രൂശിക്കപ്പെട്ട രൂപത്തിലോ മാത്രമല്ല, പിന്നെ അതിങ്ങനെ ചാട്ടവാറെടുത്ത് നിൽക്കുന്ന രൂപത്തിൽ മാത്രമല്ല, ഒരു വീശുമുറവൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു യേശുവിനെ ഒന്ന് സങ്കല്പിക്കാനായിട്ട് കനമില്ലാത്ത, പറന്നു പോകേണ്ട,
പതിരുകളൊക്കെ മുറത്തിന് വെളിയിൽ പോകും. പിന്നെയോ കനമുള്ള, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ചിട്ടുള്ള, കുറച്ചുകൂടി നിലപാടുള്ള, വെളിച്ചമുള്ള, മൂല്യബോധമുള്ള, കുലീനമായതൊക്കെ അത് കതിരാണ്, അത് മുറത്തിൽ അവശേഷിക്കും. കാലം എപ്പോഴെങ്കിലും എന്നെ ഈ മുറത്തിൽ എടുത്തിടുമെന്ന് ഈ നോമിന്റെ പാതിയോട് അടുത്ത് നിൽക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് ഉറക്കെ ഉള്ളില് എഴുതി ചേർക്കണം. കാലം എന്നെ എപ്പോഴെങ്കിലും തമ്പുരാന്റെ കൈവശമുള്ള വീശുമുറത്തിലേക്ക് എടുത്തിടും. ഈ ഒരു വലിയ സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് കഴിവും പ്രാപ്തിയും സാമർഥ്യവും ഉണ്ടെങ്കിൽ, ആ വൈഭവം ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു പടം വരയ്ക്കാനായിട്ട് ഞാൻ അവരെ ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. ഒരു വീശുമുറമൊക്കെ ആയിട്ട് നിൽക്കുന്ന യേശുവിനെ വരച്ചിട്ട് സ്റ്റാമ്പ് സൈസ് മതി കേട്ടോ, പാസ്പോർട്ട് സൈസ് പോലും വേണ്ട. അവനവന്റെ തള്ളവരലിന്റെ നഖത്തിന്റെ വലിപ്പം മതി. എന്നിട്ട് ഉറക്കമുറിയുടെ ഭിത്തിയിലൊന്ന് പതിപ്പിച്ചു വെച്ചാൽ നല്ലതാണ്. എന്നെയും നിങ്ങളെയും അവൻ പാറ്റുന്ന ഒരു നേരം വരുമ്പോ ഞാൻ അകത്തായിരിക്കോ വെളിയിലായിരിക്കോ? നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. ഒരു നോമ്പതിന്റെ പാതിക്കാലത്തിലെത്തുമ്പോ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പക്ഷെ ഇതൊരു നോമ്പിന്റെ നാളുകളെ ആണെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? എന്റെ പൊന്നച്ഛൻ, നിങ്ങൾ ഇതൊക്കെ പറയും. ഈ ഫെബ്രുവരി മാർച്ച് മാസം എന്ന് പറയുന്നത് വാർഷിക പരീക്ഷകളുടെ കാലമാണ്. ഒരു മുട്ടയെങ്കിലും കൊടുത്തില്ലേ ഇതുങ്ങളുടെ ബുദ്ധി കെട്ടുപോകുമെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഏറ്റവും ബുദ്ധിയുള്ളത് കോഴികളാണല്ലോ, അതുങ്ങളുടെ ആണല്ലോ ശരിക്കും മുട്ട. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ കണക്കുകൂട്ടലുകളും ഒരുക്കങ്ങളും ജാഗ്രതയും ഒക്കെ സത്യത്തില് ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത്? ഒരു വീശുമുറമുള്ള യേശുവിനെ സങ്കല്പിക്കുക എന്ന് തന്നെയാണ് ഈ സമാപന ദിനത്തിന്റെ സന്ദേശത്തിന്റെ ആരംഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിനെ കുറച്ചുകൂടി നമ്മൾ ധൈര്യപ്പെട്ടേ മതിയാവും. രസകരമാണ് അവരുടെ ഒരു സംഭാഷണം കേട്ടോ, വളരെ രസകരമാണ്. കൽപ്പനകളൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് അവൻ ഉറപ്പിച്ചത്, ഇതൊക്കെയായിരുന്നോ, ഇതൊക്കെ ഞാൻ എത്രയോ കാലമായിട്ട് പാലിച്ച് പോരുന്നതാണ്, അണുവേട വ്യതിചലിക്കാതെ. ഒരു യാന്ത്രികമായ മതജീവിതത്തിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ആത്മാവില് ഒരു ആത്മാർത്ഥതയുണ്ടോ, സ്നേഹമുണ്ടോ? ഒരു ഏതാണ്ട് ഒരു 25 ദിവസമാകും, 2-3 ദിവസം കഴിയുമ്പോൾ. പാതി നമ്മ കൃത്യ ദിവസം 25 തന്നെയാണ്. ആ 25 ദിവസമാകുമ്പോൾ ഇത്ര ദിവസത്തെ നോമ്പെടുത്തതിന്റെ എന്തെങ്കിലുമൊക്കെ ആത്മീയമായ മെച്ചങ്ങള്, ഭൗതികമായ മെച്ചങ്ങള് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? ഇത്രയും കാലത്തെ എന്റെ നോമ്പ് പോലും എനിക്ക് ഗുണകരമായി മാറുന്നു. മീൻകടയിലെ പറ്റ് തീർക്കണ്ട, പച്ചമീൻ കടയിലെയും ഉണക്കമീൻ കടയിലെയും മുട്ട വാങ്ങിക്കുന്നിടത്ത്, ശരിയല്ലേ? അവിടുത്തെ ഒരു പറ്റ ഏതാണ്ട് 50-48 ദിവസക്കാലത്തേക്കൊന്നു മാറി നിൽക്കുന്നു. വിശേഷമൊന്നുമില്ല. 47-ാം ദിവസം ആകുമ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു മേടിക്കും കേട്ടോ, ഒരു സംശയമില്ല. അപ്പോൾ ആകെപ്പാട് ഇതിനകത്ത് ലാഭവും നഷ്ടവും എന്താണ്? എന്റെ നോമ്പാചരണം കൊണ്ട് ആത്മീയമായും ഭൗതികമായും എന്റെ ഒപ്പമുള്ള മനുഷ്യർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തില് ഗുണപ്പെടുന്നുണ്ടോ? അപ്പോൾ ഈ നോമ്പ് എന്തിനായിരുന്നു? അത് നിർജീവമായ ഒരു കാര്യമായിട്ട് മാറിയോ നോമ്പ്? ഇവിടെ ബെന്നീച്ചൻ ഇങ്ങനെ പറയുന്നൊരു ഭവനം പണിതു കൊടുക്കും. ഭൂമിയിലെ ഏറ്റവും എന്താ പറയുക, നിസ്സാരരായ ഗതികെട്ട മനുഷ്യരിൽ കുറച്ച് ഭാഗമല്ലേ വീടില്ലാത്തവരാണ്. വീടുകളിലൊക്കെ ഇങ്ങനെ കാലാകാലങ്ങളില് ജീവിച്ചു പോരുന്ന നമുക്ക് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് പിടുത്തം കിട്ടുമോ? അങ്ങനെയൊരു തണലില്ലാത്തതിന്റെ ഭാരം എന്താണ്, വിവശത എന്താണെന്ന് നമുക്ക് സങ്കല്പിച്ചാൽ പോലും കിട്ടില്ല. അപ്പൊ അവിടെയൊക്കെയാണ് എൻ്റെ നിങ്ങളുടെ ഈ നോമ്പ് ശരിക്കും ആത്മീയമായും ഭൗതികമായും ഏകോപിപ്പിക്കേണ്ടത്. ഇത്തരം ചില കാര്യങ്ങളിലേക്ക് ഞാനും നിങ്ങളും കേൾക്കുന്ന സുവിശേഷവും എടുക്കുന്ന വ്രതവും നടത്തുന്ന പ്രാർത്ഥനകളും ഒക്കെ സഹായിക്കേണ്ടതാണ്. വേദിയിലും സദസ്സിലും ഉപേക്ഷിതരായിരിക്കുന്ന അഭിനന്ദരായ പിതാക്കന്മാർ, മുഖ്യ പ്രഭാഷകൻ റവറൻ ഫാദർ GB വാഴൂർ, അസോസിയേഷൻ പ്രസിഡന്റ്, സമുദായ ട്രസ്റ്റി, സുവിശേഷ സമാജം ഭാരവാഹികൾ, കോർ എപ്പിസ്കോപ്പ അച്ഛൻ, വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, സുവിശേഷകർ, ശുശ്രൂഷകർ,
എത്രയും ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP മിസ്റ്റർ ആന്റണി, വിശ്വാസ സമൂഹമേ, സിസ്റ്റേഴ്സ് ഞാൻ പറഞ്ഞെന്നറിയില്ല, സിസ്റ്റേഴ്സ്, വിശ്വാസ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. മദർ തെരേസ ഒരിക്കൽ ഓസ്ട്രേലിയയിലുള്ള ഒരു ഭവനം സന്ദർശിക്കുകയുണ്ടായി. ആ ഭവനത്തിൽ ഒരു വൃദ്ധൻ മാത്രമേ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ വൃദ്ധനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുറിയുടെ മൂലയ്ക്ക് പൊടി പിടിച്ച് അവഗണിക്കപ്പെട്ട രീതിയിലൊരു വിളക്ക് മദർ തെരേസയുടെ കണ്ണിൽപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ അവഗണിക്കപ്പെട്ട രീതിയിൽ കത്തിച്ചു വയ്ക്കാത്തത് എന്ന് തിരക്കിയപ്പോൾ അത് കത്തിച്ചു വയ്ക്കുവാൻ ഇവിടെ ആരും ഇല്ല എന്നുള്ളതായിരുന്നു മറുപടി. വെളിച്ചമില്ലാത്ത ഒരു ഭവനമായിരുന്നു അത്. മദർ തെരേസ സ്നേഹത്തിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് ആ വിളക്കെടുത്ത് തുടച്ച് തെളിയിച്ചു വെച്ചു. മദർ തെരേസയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം കൊണ്ട് ആ മുറി മുഴുവൻ പ്രകാശപൂരിതമായി. എന്നും ആ വീട്ടിൽ ആ വിളക്ക് കത്തിച്ചു വയ്ക്കുവാൻ തൻ്റെ സന്യാസിനി സമൂഹത്തിലെ സഹോദരിമാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ആ വൃദ്ധനായ മനുഷ്യൻ മദർ തെരേസയ്ക്ക് ഇപ്രകാരം എഴുതി, അന്ന് കത്തിച്ചു വെച്ച വിളക്ക് ഇന്നും കത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രകാശം എനിക്ക് സാഹിത്യം നൽകുന്നു. ഒരു മെഴുകുതിരി ഇപ്രകാരം പറഞ്ഞു, ഐ കനോട്ട് ബി പാർട്ട് ഓഫ് ഡാർക്ക്നെസ്. എനിക്ക് ഇരുട്ടിൻ്റെ ഭാഗമായിരിക്കുവാൻ സാധ്യമല്ല. എനിക്ക് എരിഞ്ഞു തീരുവാനേ സാധ്യമാകുള്ളൂ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്നാലാകുന്നോളം പ്രകാശം പരത്തുവാനേ എനിക്ക് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഈ വചന കൂടാരത്തിൽ മുഴങ്ങിക്കേട്ട വചനത്തിൻ്റെ തീജ്വാലകൾ ഇരുട്ട് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടവകളിലും നമ്മുടെ സമുദായത്തിലും നമ്മിലൂടെ പ്രകാശം പരത്തുവാൻ ഇടയാകട്ടെ. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി ചെല്ലുമ്പോഴും ലഡു വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 സ്ഥലത്ത് ലഡു വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ, 2000-2500 പേർക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും സാവകാശം ഇറങ്ങിയാൽ മതി. ധൃതി വെച്ച് ഇറങ്ങേണ്ട കാര്യമില്ല. തിക്കും തിരക്കും ഉണ്ടാകാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക. സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക.